5:30 ഉദയത്തിന് മുമ്പേ എഴുന്നേൽക്കണം, തണുത്ത വെള്ളത്തിൽ കുളിക്കണം, ഉച്ചത്തിൽ ശരണം വിളിക്കണം, വിവാഹത്തിൽ പങ്കെടുക്കരുത്, മരണത്തിൽ പങ്കെടുക്കരുത്, ജനനത്തിൽ പങ്കെടുക്കരുത്, ഇഷ്ടവസ്ത്രം ഉപേക്ഷിക്കണം, ഇഷ്ടഭക്ഷണം ഉപേക്ഷിക്കണം, പാദരക്ഷകൾ ധരിക്കാൻ പാടില്ല, ബന്ധുജനങ്ങളുമായിട്ടുള്ള ബന്ധുത്വങ്ങളൊന്നും പാടില്ല. മുദ്ര ധരിച്ചാൽ സ്വാമിയായി, ജാതിയില്ല, മതമില്ല, ലിംഗഭേദാദി അവസ്ഥകളൊന്നുമില്ല. അങ്ങനെ 41 ദിവസത്തെ വ്രതമാവണം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ത്യാഗം ശ്രമിക്കുന്ന കാലഘട്ടം 41 ദിവസം. വേണ്ടപ്പെട്ടതിനെയെല്ലാം ക്ഷമിച്ച് വേണം 41 ദിവസത്തെ വ്രതമെടുക്കാൻ പറ്റുന്നത്. ഇതിന്റെ കാരണം പറയണത്, ഒരു വർഷാന്തര കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ 41 ദിവസം കൊണ്ട് അതിനെ വിശേഷം ഇല്ലാതാക്കാൻ പറ്റും. 41 ദിവസം ഒന്നിനെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ അത് നമ്മളൊരു ശീലമായിട്ട് പോകും. ഒന്നിനെ അൺഫോളോ ചെയ്താൽ ശീലമല്ലാത്തൊരവസ്ഥയിലോട്ടാകും. അപ്പം ഇങ്ങനെ 41 ദിവസം വ്രതമെടുത്ത് സ്വാമി അയ്യപ്പൻ മഹർഷി വധത്തിനായിക്കൊണ്ട് എങ്ങനെ കാട്ടിലേക്ക് പോയോ അതുപോലെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവൂലേ? അയ്യപ്പൻ എന്തിനാ അവതാരം എടുത്തേ? എത്ര കൊല്ലായി മലയോട്ട തുടങ്ങിയിട്ട്? എത്ര പ്രാവശ്യം പോയി? ആരും പറഞ്ഞു തന്നിട്ടില്ല. മഹർഷി എന്ന് പറയുന്ന അസുര സ്ത്രീയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സ്വാമി അവതാരമെടുക്കുന്നത്. അയ്യപ്പൻ അവതാരം എടുക്കുന്നത് ശിവനും വിഷ്ണുവും ചേർന്ന് സംയോജിച്ച് അതിൽ നിന്നുണ്ടായ പുത്രനാണ് ഹരിഹരപുത്രൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മളും പോകുന്നത് മഹർഷിയെ ഇല്ലാതാക്കാനാണ് പറയാം. മഹർഷി എന്ന് പറയുന്ന അവനവന്റെ ചിന്തയാണ്. ഇപ്പത്തെ മഹർഷി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകളാണ്. നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല കേട്ടോ. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകളാണ് എന്നാ പറയാ. അപ്പം ഭഗവാൻ മലയ്ക്ക് പോയ അല്ലെങ്കിൽ കാനനത്തിലേക്ക് പോയ ശൈലി പറയണത്, 2 അറകളുള്ള മുനിസഞ്ചിയില് മുൻകെട്ടിൽ ദേവപൂജയ്ക്കുള്ള വസ്തുക്കളല്ല നമ്മൾ നിറച്ചതെല്ലാം അങ്ങനെ. ഓരോന്നിനും ശാസ്ത്രം. നമ്മളെ മുൻകെട്ടിലേക്ക് നിറച്ചു വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കൾക്കും ശാസ്ത്രം പറയണ്ട. ആദ്യം നെയ്മുദ്രയും കാണിക്കുക. നെയ്മുദ്രയ്ക്ക് സങ്കല്പം നെയ്യിനെ ജീവനായിക്കൊണ്ടും മുദ്രയെ നാളികേരത്തിനെ ശരീരമായിക്കൊണ്ടും. ശരീരമാകുന്ന നാളികേരത്തിലേക്ക് ജീവനാകുന്ന നെയ്യ് ശരണം വിളിയോടുകൂടി നടക്കണം. വിശ്വാസം നിശ്ചയിക്കണം. എന്നിട്ട് അഹങ്കാരത്തിന്റെ ഉടമയാകുന്ന ശിരസിലെ എന്തുകൊണ്ടാണ് ഇരുമുടി തലയെ വെച്ചുകൊണ്ട് പോകാന്ന് പറയണേ? തോളെ വെച്ചുകൊണ്ട് പോയാൽ പോലെ അഹങ്കാരത്തിന്റെ ഉടമയാകുന്ന ശിരസിലായിരുന്നു അവനവന്റെ ജീവനെ നാളികേരത്തിലേക്ക് നിറച്ച് ഞാന് എനിക്ക് എന്റേത് 3 ചിന്തകൾ എവിടെയുണ്ടാവുന്നു അവൻ അഹങ്കാരത്തിനടിമയാണ്. ആരുടെ ഉള്ളിൽ ഈ 3 ചിന്തകൾ? എന്റേതെന്നുള്ള അഹമെന്ന ഭാവമുണ്ടാവുന്നവനും ഇതെന്റേതാണെന്ന് എനിക്കുണ്ട് എന്നൊരു ചിന്തയുണ്ടാവുന്നു. ഞാനെന്ന ചിന്തകളൊക്കെ അഹങ്കാരത്തിനടിമ. അപ്പൊ അങ്ങനെയുള്ള ആളുടെ ശിരസിലേക്ക് കാണിപ്പല്ലെന്ന് പറയുന്ന 1 വർഷത്തെ സമ്പാദ്യം എന്നാണ് പറയുന്നത്. 1 വർഷം, അതായത് മലയ്ക്ക് പോയിട്ട് വന്നാൽ അവിടെ ഒരു കുടിക്കോ കാണിക്കോ വെക്കണം എന്ന് പറയുന്നത്. അതിട്ട് നിറച്ച് അതെല്ലാം കൂടെ കൊണ്ടു കൊടുത്തൊരു തരി പൊന്നാക്കി വെറ്റിലെ അടക്കി ചേർന്ന് ദക്ഷിണ കൊടുക്കുന്നത് കാണിപ്പല്ല്. അവലും മലനും ഈ മല ദൈവങ്ങൾക്കുള്ളതാണെന്നാണ്. മാളികപ്പുറത്താണ് ചെയ്യുന്നതെങ്കിൽ പോലും മല ദൈവങ്ങളെ പൂജിക്കാനായിരുന്നു അവലും മലും വറപൊടി ചേർത്ത അവലും മലനും കൊണ്ടുപോകുന്ന ഒരു സങ്കല്പം അന്നുണ്ടായിരുന്നു. അപ്പം ഈ തരത്തിലെ കെട്ടുകളൊക്കെ നിറച്ച് നെയ്മുദ്രയൊക്കെ നിറച്ച് ഇരുമുടിയൊക്കെ തലയിലേറ്റി ത്യാഗം സഹിച്ചു പോകും അല്ലെ? ശരിക്കും ത്യാഗം സഹിക്കും. ഇന്ന് ത്യാഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് സംശയമില്ല. അന്ന് ത്യാഗം സഹിച്ചാ പോയിരുന്നു. കാരണം കരിമല കയറിയ ഈ പെൺകെട്ടിൽ അരിയിടുന്നത് എന്തിനാ? അതിലും ശാസ്ത്രം പറയുന്നുണ്ട്. പോകുന്ന സ്വാമി തിരിച്ചു വരുന്നൊരു ഉറപ്പുമില്ല. വായിക്കരിച്ചിരുന്ന സങ്കല്പത്തിലാണ് 3 പിടി അരിയിട്ടുണ്ട്. അതായത് ബന്ധുജനങ്ങള് പണ്ട് കാലത്ത് അരിയിടുമ്പോൾ മുത്തശ്ശിമാരൊക്കെ നിന്ന് അരയും ഭയങ്കരമായിട്ട്. കാരണം അന്ന് അവർക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാമായിരുന്നു. നമ്മളിലേക്ക് അത്രയും ബോധം വരണില്ല എന്നുള്ള ആ കാര്യം. എന്തിനാ അരിയിടുന്നതൊരു ബോധം അവർക്കുണ്ട്. അപ്പോൾ വാക്കരിച്ച് എന്ന രീതിയിലാണ് 3 പിടി അരിയാണ്. പണ്ടൊരു പേടിയുണ്ടായിരുന്നു. വ്രതം തെറ്റിയ പുലി പിടിക്കും. അതൊരു അച്ചിട്ടായിരുന്നു. വ്രതം തെറ്റി അവിടെ പുലി പിടിക്കുന്നൊരു പേടിയാണ്. കാരണം പണ്ട് വീട്ടിലൊക്കെ വെച്ചാൽ കെട്ട് നിറയ്ക്കണം. അന്നേരപ്പോഴേ കെട്ട് നിറച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഫോട്ടോയും തിരിച്ചു വെച്ചൊരു നിലവിളക്കിലെ ഒറ്റ തിരിയും കൂടെ കൊണ്ടുണ്ട്. പോയിട്ട് തിരിച്ചു വിടുന്ന തിരി അവിടെ അണയാതുണ്ടാവണമെന്ന് വിശ്വാസം. അണഞ്ഞു കഴിഞ്ഞ സ്വാമിക്ക് എന്തോ പറ്റിയെന്നുള്ളതായിരുന്നു. അന്ന് അത് സത്യവുമായിരുന്നു. ഇന്ന് പുലിക്ക് പേടിയാണ് നമ്മളെ. അന്ന് അപ്പോഴേ പിടിക്കും, നമ്മൾ പിടിക്കും. അത്രയും സാഹചര്യങ്ങൾ തമാശയാണ്. അത്രയും സാഹചര്യങ്ങൾ മാറിപ്പോയി. അപ്പൊ ഇങ്ങനെ ഇരുമുടിയൊക്കെ നിറച്ചുകൊണ്ട് പിൻകെട്ടിലൊക്കെ നടക്കുന്നതൊക്കെ നമുക്കുള്ളതാണ് കേട്ടോ പറയുന്നത്. പിൻകെട്ടിൽ എവിടെയായിരിക്കും? പിൻകെട്ട് എവിടെ വെച്ച് കഴിക്കും? നമുക്കുള്ള പണ്ട് കാലത്ത് അരിയും ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങൾ പാത്രം വരെ വെച്ച് കിട്ടിക്കൊണ്ട് പോകുന്ന ചരിത്രം ഉണ്ടായിരുന്നു. അപ്പം അത് പിൻകെട്ട് എവിടെ അടിക്കാന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ത്യാഗങ്ങളൊക്കെ സഹിച്ച് കരിമല താണ്ടി നീലിമല താണ്ടി ഒമ്പയൊക്കെ കടന്ന് 18 മണിക്ക് ചുറ്റി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. അതാണ് ശരിക്കും ശബരിമല ദർശനത്തിന്റെ തത്വമസി. നീ എന്തിനെ തേടുന്നുവോ അത് നിന്റെ ഉള്ളിലുള്ളത്. സ്വാമി അയ്യനെ കാണാൻ എന്നെ കാണാൻ നീ ഇങ്ങോട്ട് പോരണ്ട, ഞാൻ നിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ പോണേ?
ഇതിനെ എത്രയും ത്യാഗം സഹിച്ച് മല പോണേ. അപ്പൊ ആ 18 പടികൾ പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. ആദ്യത്തെ 5 പടികൾ കയറുമ്പോ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകണം. കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക്, ചെവി ആകുന്ന 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ടാകും. 41 ദിവസം കൊണ്ട് നേടിയെടുക്കേണ്ട കഴിവുകളാണ്. അടുത്ത 8 പടികൾ കഴിയുമ്പോൾ അഷ്ടരാഗങ്ങളെ നിയന്ത്രിക്കും. കാമവും ക്രോധവും മാത്സര്യവും കുശുമ്പും അസൂയയും വിടുമ്പും ബിംബും ഇത്യാദി ചിന്തകളാകുന്ന അഷ്ടരാഗങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കണം. അടുത്ത 3 പടികൾ കയറി 8 5 13 പടി അങ്ങോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന എന്താണെന്നറിയോ, നമ്മളൊന്ന് ഉഷാറാകുന്നവരെ 13 രാഗങ്ങളെ നിയന്ത്രിച്ചാൽ ഉഷാറായി. പിന്നെ കിട്ടുന്ന ഗുണങ്ങളാണ് 3 ഗുണങ്ങൾ: രജോ ഗുണവും തമോ ഗുണവും സദ്ഗുണവും. മനുഷ്യത്വം. അടുത്ത 2 പടികൾ കയറുമ്പോൾ ജ്ഞാനവും അജ്ഞാനവും എന്ന ബോധം ഉണ്ടാകും. ഈ 18 കാര്യങ്ങൾ ഉണ്ടായാൽ അവിടെ സ്വാമി എഴുതി വെച്ചേക്കുന്നതും പറഞ്ഞു വെച്ചേക്കുന്നതും ഇതാ. അപ്പൊ ശബരിമല ദർശനം കൊണ്ടുണ്ടോ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ കിട്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തന്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യത്വം എന്ന ദേവനെ തിരിച്ചറിയാനുള്ള കഷ്ടപ്പെടുന്നവനെ സഹായിക്കാനും പാപങ്ങൾ ചെയ്യാതിരിക്കാനും ദുരിതപ്പെടുന്നവനെ നമ്മൾ വലയ്ക്കാതിരിക്കാനുമുള്ള മാർഗം അല്ലെങ്കിൽ വഴിയാണ് ഓരോ ശബരിമല ദർശനം. നിന്റെ ഉള്ളിലിരിക്കുന്ന എന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനശ്വരമായത്. നമ്മുടെയൊക്കെ ചിന്തകളിലെ മനുഷ്യത്വമാണ് ഈശ്വരൻ, അല്ലെ? ഈശ്വരനെ ആരും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ല. നമ്മളുടെ ഉള്ളിലെ മനുഷ്യത്വമാണ് ഈശ്വരൻ എന്ന് പറയുക. അപ്പൊ ആ മനുഷ്യത്തെ ഉണർത്തിയെടുക്കാനായിരിക്കണം ഇത്രയും ത്യാഗം ശരിച്ചു മതിയാവും. അപ്പം സമയം കാണാനല്ല പോവുക, തന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാനാണ് ഓരോ അയ്യപ്പന്മാരും മല ചവിട്ടുമ്പോൾ എന്നുള്ള ബോധമുണ്ടാകണം. നിങ്ങൾക്കങ്ങനെ ഇല്ലാന്നല്ല, ഇതാണ് കാര്യമെന്ന് പറഞ്ഞു ഗുരുസ്വാമി ചെയ്യേണ്ട കാര്യമാണ്. അതായത് കന്നിക്കെട്ട് നിറയ്ക്കുമ്പോ കഥ പറയണ കൂട്ടത്തില് കഥകൾക്കൊപ്പം തന്നെ പറയണം ഇതിന്റെ ശാസ്ത്രം എന്താണ് ശബരിമല ദർശനം കൊണ്ടുള്ള ഫലം, നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഗുണം. ഇപ്പം എല്ലാരും പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. എന്തിനാ പോകുന്നത്? അയ്യപ്പനെ കാണാൻ പോവാ. അയ്യപ്പനെങ്കിലും പോവോ? ഇവിടെ ഇല്ലേ അയ്യപ്പൻ? എന്ത് കണ്ണടച്ച് പറഞ്ഞാൽ കണ്ണിനുള്ളിൽ കാണാൻ പറ്റും അയ്യപ്പനെ. പിന്നെ എന്തിനാ അത്രയും ത്യാഗം സഹിച്ച് നീ മലയ്ക്ക് പോകുന്നെന്ന് ചോദിക്കുന്നുണ്ടാവുന്ന ഒരു ആൻസറാണ്. തന്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യത്തെ തിരിച്ചറിയാനാണ് ഓരോ ഭക്തനും മല ചവിട്ടേണ്ടത്. 3 കാര്യങ്ങളാണ്: ഭയം, ഭക്തി, വിശ്വാസം. ഈ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യമാണ് എപ്പോഴും ഉണ്ടായിരിക്കണം. ശ്രദ്ധിച്ചാൽ മതി. ഒരു ആവതും ഇല്ലാത്തവനൊക്കെ ശരണം വിളിച്ചിട്ട് അതുപോലെ മല ചവിട്ടും. ആവതുള്ളവരൊക്കെ അതും പാടി പമ്മി കയറി പോകും. എന്താ? അവിടെ ഭക്തി എന്നുള്ള ബലമുണ്ടെങ്കിൽ ആരോഗ്യം ആവശ്യമില്ല ശരീരത്തിനെന്ന് പറയും. ഭക്തി എന്നതിന്റെ നൈർമല്യം ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര ആരോഗ്യവാനും ഇഴഞ്ഞേ കയറൂ. ഇതാണ് മലയുടെ ഫലം പറയുന്നത്. ശബരിമലയുടെ പ്രത്യേകതയാണ്. അപ്പൊ എന്തുകൊണ്ടാ കാട്ടിപ്പോയിരിക്കണേ? ഇവിടെ അങ്ങനെ ഇരുന്നാൽ പറയാനോ? അല്ലെ എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല? അവിടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല? ഇത്രയും സിറ്റികൾ വികസിച്ചു വന്നപ്പോ എന്തുകൊണ്ട് അവിടെ വികസിച്ചില്ല? അയ്യൊരു തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സഹിച്ചേ നീ വരാവൂ. അപ്പൊ നിന്റെ ഈ ഒരു കാലഘട്ടം കൊണ്ട് നീ ചെയ്ത പാപങ്ങളൊക്കെയും കഴുകിക്കളഞ്ഞു വരണം. അപ്പൊ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് ഈ 18 രാഗങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മുകളിൽ കയറി ചെന്ന് നാളികേരം മുടച്ച് സ്വാമിയിലേക്ക് നെയ്യ് അഭിഷേകം ചെയ്യുമ്പോ നെയ്യ് അഭിഷേകം കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെ? കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധയോടുകൂടി നെയ്യ് അഭിഷേകം കണ്ടിട്ടുണ്ടോ? അത് അവിടെയാണ് എന്റെ ശരീരം കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ പറയുക, അത് കാണണമെന്ന് പറയാ. കൊണ്ടുപോകുന്ന നെയ്യ് ഭഗവാന്റെ ശിരസിലേക്ക് ഒഴിക്കുമ്പോൾ അത് ശരിക്കും ശിരസിൽ നിന്ന് കിരീടത്തിൽ നിന്ന് നേരെ മുഖത്തിലേക്ക് എത്തും, മുഖത്തിൽ നിന്ന് കഴുത്തിലെത്തും, കഴുത്തിൽ നിന്ന് നെഞ്ചിലെത്തും, നെഞ്ചിൽ നിന്ന് ഉദരത്തിലെത്തും, ഉദരത്തിൽ നിന്ന് പാദത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ സഹിച്ചുപോയ ത്യാഗങ്ങളൊക്കെ മനസ്സിലുണ്ടാവുന്നവർ ഭക്തി നൈർമല്യമാണ് ഈ 2 തുള്ളി കൊണ്ടുവരെങ്കിലും വരുന്നത്. കാരണം അത്രയും ത്യാഗം ഇത് കാണുന്നതോടുകൂടി ഭാവമുക്തി അവിടെ ഉണ്ടായി. പിന്നെ ജീവൻ പോയ നാളികേരം, ശിവൻ പോയാൽ ശവമായി എന്നാ പറയാം. അപ്പം ജീവനാകുന്ന നെയ്യ് സ്വാമിയിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളികേരം ജട്ടമായി. അത് നേരെ മഹാ ആഴിയിലേക്ക് ഭയങ്കരമായിട്ടുള്ള തത്വങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മഹാ ആഴിയിലേക്ക് ഹോമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ മുക്തിയായി എന്ന് പറയും. തമാശയ്ക്ക് പറയണ്ട, 1 വർഷത്തിന് പാപം ചെയ്യാനുള്ള ലൈസൻസ് മേടിക്കാനാവുന്നത്. കാരണം ഇതൊക്കെ തീർത്തല്ലോ, തിരിച്ചു വന്ന് ഒന്നേയും തുടങ്ങാം, അടുത്ത് കൊല്ലം പിന്നെ. അപ്പൊ തമാശയാണ് എങ്കിലും ശരി, ഇതായിരിക്കണം മലദർശനത്തിന്റെ ഫലവും രീതികളും. അപ്പം ആ കാരണം ഇവിടെ വന്നപ്പോ കണ്ടേക്കണ പകുതി തിരിച്ചു കൊണ്ടുപോയി നാളികേരത്തിന്റെ പകുതി. അങ്ങനെ ചില ചിന്തകളൊക്കെ കാണാറുണ്ട്. നെയ്മുദ്രയുടെ പകുതി ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് കൊട്ടി കഴിഞ്ഞ് നാട്ടുകാർക്കൊക്കെ കൊടുക്കും. എന്റെ ഭാഗം നെയ്യും കൂടെ തിന്നടാ, അതിനൊക്കെ ഇരിക്കുന്നത് മോശാ. ആഴിയിൽ ഹോമിക്കേണ്ടത് ആഴിയിൽ ഹോമിച്ച് തന്നെ തീർക്കണം. പണ്ട് മുതലേ ആചാര്യന്മാര് പറഞ്ഞേക്കുന്ന രീതിയതാണ്. ഇതാകുമ്പോ ഈ നെയ്യ്ക്ക് അത് കുടിച്ച് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിങ്ങനെ തിരിച്ചു പകുതി അവിടെ കളയും, പകുതി സ്വാമി പിടിച്ചു, പകുതി പാപം ഞാൻ അവിടെ തീർത്തു, ബാക്കി ഇങ്ങനെ പോയിട്ട്. ജഡമാണ്, ബോധമുണ്ടാവണം. ഓരോ സ്വാമിയും ജഡമാണ്. ചൈതന്യമാകുന്ന നെയ്യ് സ്വാമിയിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജഡമായി, ശരീരമായി. ജീവനില്ലാത്ത ശരീരം മഹാ ആഴി. വെറുതെ എന്തിനാണ് അവിടെ അഴി കൂട്ടിയിട്ടേക്കുന്നത്?
ഈ നാളുകാരെ എന്താ പിന്നെ ഇവർക്കെടുത്ത് കൈകാര്യം ചെയ്താൽ പറ്റും. ഓരോ ശാസ്ത്രവും രീതികളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ചിന്തയോടുകൂടി വേണം സ്വാമിമാര് മല ചവിട്ടാൻ. അങ്ങനെ പോയത് കണ്ടു നോക്കിക്ക് ഒരു തിരക്കും വറകാൻ. അവിടുത്തെ ഒരു തിരക്കും നമുക്ക് വറകാൻ. സുഖമായിട്ട് അയ്യപ്പം കൊണ്ടുപോയി ഭക്തി ഉണ്ടാവണം കേട്ടോ ഉള്ളില്. അങ്ങോട്ട് വരുമ്പോൾ ഈ സ്വാമി എന്താ ഇങ്ങനെ നിൽക്കുന്നത്, അയ്യോ ഞാൻ മടുത്തേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കാര്യം അവിടെ നടക്കുക. സ്വാമി പറയാം എന്നാൽ ഇത് ഇറക്കി വന്നാൽ മതി, അവിടെ നിൽക്കുക, മടുത്തൊക്കെ മാറിയിട്ട് വന്നാൽ മതി. ഒരേ മനസ്സോടുകൂടി ഒരേ ശരണം വിളിയോടുകൂടി കയറി പോകാം. അപ്പം ഈ ഒരു ചിന്തയോടുകൂടി മല ചവിട്ടിയാൽ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളത്. അപ്പം ശബരിമലയ്ക്ക് പോകേണ്ട കാരണവും കാര്യവും ഇതാണ്. തന്നിൽ നിൽക്കുന്ന ദുശ്ചിന്തകളെയൊക്കെ ഇല്ലാതെ, മഹർഷിയാകുന്ന ദുശ്ചിന്തകളെയൊക്കെ ഇല്ലാതാക്കി തന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ തെളിച്ചെടുക്കാനാവണം ഓരോ ചിന്തയോടുകൂടി മല ചവിട്ടുക, സ്വാമിയെ കണ്ടുതൊഴുക, നെയ്യഭിഷേകം കണ്ടുതൊഴുക, പൂർണ്ണ അനുഗ്രഹവും